റഷ്യൻ സൈനികരെ വധിക്കാൻ ജർമ്മൻ സൈന്യം സജ്ജമാണെന്ന ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിന്റെ പ്രസ്താവനകളും അതിനോടുള്ള ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ രൂക്ഷമായ പ്രതികരണവും യൂറോപ്പിൽ ഒരു പുതിയ നയതന്ത്ര സംഘർഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ജർമ്മനി വീണ്ടും അപകടകരമായ ഒരു പാതയിലാണ് എന്ന പെസ്കോവിന്റെ പരാമർശം ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പിരിമുറുക്കത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ യൂറോപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലും ഭാവി ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ബോറിസ് പിസ്റ്റോറിയസ് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ജർമ്മൻ സൈന്യത്തിന്റെ യുദ്ധസന്നദ്ധതയെക്കുറിച്ച് പരാമർശിച്ചത്. ജർമ്മൻ സൈനികരുടെ പോരാടാനുള്ള കഴിവിനെയും ആവശ്യമെങ്കിൽ റഷ്യൻ സേനയ്ക്കെതിരെ മാരകമായ നടപടികൾ സ്വീകരിക്കാനുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ജർമ്മനി ആരെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല, പക്ഷേ നമ്മൾ ദുർബലരാണെന്നോ സ്വയം പ്രതിരോധിക്കില്ലെന്നോ ആരും കരുതരുത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ജർമ്മനിയുടെ പ്രതിരോധ ശേഷിയിലുള്ള ആത്മവിശ്വാസം ഉയർത്തിക്കാട്ടുന്നതായിരുന്നു. നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ജർമ്മനി പ്രതിജ്ഞാബദ്ധമാണെന്നും കിഴക്കൻ യൂറോപ്പിലെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കാനും സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുമുള്ള ജർമ്മനിയുടെ തീരുമാനങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു ഈ പ്രസ്താവനകൾ. എന്നാൽ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന് ഈ പ്രസ്താവനകൾ അപ്രതീക്ഷിതമായിരുന്നു. പിസ്റ്റോറിയസ് യഥാർത്ഥത്തിൽ അത്തരം പ്രസ്താവനകൾ നടത്തിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് സത്യമാണ്. ജർമ്മനി വീണ്ടും അപകടകരമാവുകയാണ് എന്ന് അദ്ദേഹം RBK ബിസിനസ് ദിനപത്രത്തോട് പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ജർമ്മനിയുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ഏതൊരു പരാമർശവും റഷ്യയ്ക്ക് സംവേദനാത്മക വിഷയമാണ്. നാസികൾ റഷ്യയിൽ നടത്തിയ ക്രൂരതകളും സോവിയറ്റ് യൂണിയനുണ്ടായ ഭീകരമായ നഷ്ടങ്ങളും റഷ്യൻ ജനതയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ജർമ്മൻ പ്രതിരോധ മന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകളെ റഷ്യ അതിഗൗരവമായി കാണുന്നുണ്ട്. നാറ്റോ രാജ്യങ്ങളിലെ വിവിധ ഉദ്യോഗസ്ഥർക്ക് റഷ്യൻ ഭീഷണി വളരെ കാലമായി പ്രധാന ചർച്ചാ വിഷയമാണ്. 2014 ക്രിമിയയെ റഷ്യ പിടിച്ചടക്കിയതും പിന്നീട് ഉക്രൈനിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളുടെ പ്രവർത്തനങ്ങളും 2022 ഉക്രൈനിലേക്കുള്ള സമ്പൂർണ്ണ അധിനിവേശവും റഷ്യയെ ഒരു സുരക്ഷാ ഭീഷണിയായി നാറ്റോ കാണുന്നതിന് കാരണമായി. നാറ്റോയുടെ കിഴക്കൻ അതിർത്തികളിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനും അംഗരാജ്യങ്ങളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും ഈ സംഭവങ്ങൾ നാറ്റോയെ പ്രേരിപ്പിച്ചു. നാറ്റോ സൈനിക സഖ്യത്തെ ആക്രമിക്കാൻ റഷ്യ പദ്ധതിയിടുന്നുവെന്ന ഊഹാപോഹങ്ങൾ റഷ്യ പലതവണ അസംബന്ധമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ വിദേശ നയം പ്രതിരോധാത്മകമാണെന്നും തങ്ങളുടെ അതിർത്തികളെയും താൽപര്യങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും ഉക്രൈൻ യുദ്ധം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ഭാവി നീക്കങ്ങളെക്കുറിച്ച് നാറ്റോ അംഗരാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നാറ്റോയുടെ കിഴക്കൻ യൂറോപ്പിലേക്കുള്ള വികാസം, പ്രത്യേകിച്ചും ഉക്രൈൻ നാറ്റോയിൽ ചേരാനുള്ള സാധ്യത തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ കരുതുന്നുണ്ട്. നിലവിൽ യൂറോപ്പിൽ ഒരു പ്രതിസന്ധി ഘട്ടമാണ്. ഉക്രൈൻ യുദ്ധം യൂറോപ്പിന്റെ ഊർജ്ജ സുരക്ഷയെയും സാമ്പത്തിക വ്യവസ്ഥയെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് വൻതോതിൽ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇത് റഷ്യയെ പ്രകോപിപ്പിക്കുന്നുമുണ്ട്. റഷ്യക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകളൊന്നും കാണുന്നില്ല. ഈ സാഹചര്യത്തിൽ ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സൈനിക ശക്തിയായി ഉയർന്നു വരുന്നതിനെ കുറിച്ച് ജർമ്മനി വളരെ ശ്രദ്ധിച്ചിരുന്നു. ചരിത്രപരമായ കാരണങ്ങളാൽ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നതിൽ ജർമ്മനിക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഉക്രൈൻ യുദ്ധം ജർമ്മനിയുടെ ഈ സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്തി. സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കാനും സൈന്യത്തെ ആധുനികവൽക്കരിക്കാനും യൂറോപ്പിന്റെ പ്രതിരോധത്തിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കാനും ജർമ്മനി തീരുമാനിച്ചു. ഈ മാറ്റത്തിന്റെ സൂചനയാണ് പിസ്റ്റോറിയസിന്റെ പ്രസ്താവനയിലും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയുടെ ഈ സൈനിക മുന്നേറ്റം ആശങ്കയുണ്ടാക്കുന്നതാണ്. യൂറോപ്പിൽ ഒരു പുതിയ ആയുധ മത്സരം ഉണ്ടാകുമോ എന്ന ഭയം നിലനിൽക്കുന്നുമുണ്ട്. റഷ്യയുടെ കാഴ്ചപ്പാടിൽ ജർമ്മനി പഴയകാല തെറ്റുകൾ ആവർത്തിക്കുകയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഈ നയതന്ത്ര സംഘർഷം യൂറോപ്പിലെ ഭാവി ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഒരു പ്രധാന ചോദ്യമാണ്. റഷ്യയും നാറ്റോയും തമ്മിലുള്ള പിരിമുറുക്കം യൂറോപ്പിൽ കൂടുതൽ സൈനികവൽക്കരണത്തിന് കാരണമായേക്കാം. ഇത് പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാനും പുതിയ ആയുധ ശേഖരണത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം പരസ്പരമുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നയതന്ത്ര സംഭാഷണത്തിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കിയേക്കാം.
ഇത് തെറ്റിദ്ധാരണകൾ വർദ്ധിപ്പിക്കുകയും സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും. റഷ്യയുടെ ഭീഷണി നാറ്റോ അംഗരാജ്യങ്ങളെ കൂടുതൽ ഒന്നിപ്പിക്കാൻ സാധ്യതയുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നാറ്റോയുടെ കൂടുതൽ പിന്തുണ ആവശ്യപ്പെട്ടേക്കാം. യൂറോപ്പിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. ഊർജ്ജ വിലയിലെ അസ്ഥിരതയും വ്യാപാര ബന്ധങ്ങളിലെ തടസ്സങ്ങളും യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകും. അതോടൊപ്പം റഷ്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രപരമായ ഓർമ്മകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സംഘർഷം ആ പഴയ മുറിവുകളെ വീണ്ടും തുറന്നു കാട്ടിയേക്കാം. ഈ സാഹചര്യത്തിൽ ഇരുപക്ഷവും സംയമനം പാലിക്കുകയും നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കാൻ പ്രയാസമാണെങ്കിലും തുറന്ന സംഭാഷണത്തിനുള്ള വഴികൾ നിലനിർത്തേണ്ടത് യൂറോപ്പിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അല്ലാത്തപക്ഷം ഈ പുതിയ നയതന്ത്ര സംഘർഷം യൂറോപ്പിനെ ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കും.